ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എസ്.കെ. ട്രേഡേഴ്സ് മീയണ്ണൂർ. നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. ബ്ലോക്ക് മെമ്പർ ജി തോമസ്, വാർഡ് മെമ്പർ എം.പി. പ്രകാശ് എന്നിവർക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കൊട്ര തുതിയൂരിൽ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. നെടുമൺകാവിന് സമീപം കൾച്ചിറയാറ്റിൽ യുവാവ് മുങ്ങി മരിച്ചു. കൾച്ചിറക്കടവ് അപകടക്കയമാണെന്നത് നാട്ടുകാർക്ക് കാണാപ്പാടമാണ്. അവിടെ എത്തുന്ന പലരെയും ഇവർ തിരിച്ചയക്കാറുമുണ്ട്. ഇത് വകവെക്കാതെയാണ് പലരും ഇവിടെയെത്തി വർഷങ്ങൾ ജീവിക്കേണ്ട ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് കളയുന്നത്. ഇന്ന് പെരുങ്കുളം സ്വദേശിയായ ബസ് ഉടമ മിഥുനും സംഭവിച്ചത് ഇതുതന്നെയാണ്. മിഥുൻ ആഴത്തിലേക്ക് പോയപ്പോൾ കൂടെയുണ്ടായിരുന്നവർ വിളിച്ചു കൂവിയതോടെ നാട്ടുകാരെത്തി 3 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും മിഥുനെ പിടികിട്ടും മുമ്പ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം എത്തിയാണ് ഈ ചെറുപ്പക്കാരന്റെ മൃതശരീരം പുറത്തെടുത്തത്. ഓരോ വാർത്ത പുറത്തു വരുമ്പോഴും അത് കണ്ടുപഠിച്ചെങ്കിലും വെള്ളത്തിലെ ആഴങ്ങളിലേക്ക് യുവാക്കൾ പോകില്ലെന്ന് ആശിക്കും. ഡൽഹിയിൽ നടന്ന 2024 സിവിൽ സർവീസ് ടോപ്പേഴ്സ് അവാർഡ് ഫംഗ്ഷനിൽ അമ്പലംകുന്ന് സ്വദേശിയായ ലക്ഷ്മൺ രാജ് ഭരതനാട്യം അവതരിപ്പിച്ചപ്പോൾ വെളിയം പടിഞ്ഞാറ്റിങ്കര തിരുച്ചാവൂരകാവ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ചൂരക്കോട് നേർച്ചയായി നടത്തിയ നാടൻപാട്ട്. ോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.